ഹായ് ഫ്രണ്ട്സ്, ടെക് ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ റിവിറ്റ് സോഫ്റ്റ്വെയർ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു. ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു ഇന്നലെ നമ്മൾ ക്ലാസ്സിൽ ചെയ്തത്. ഇന്ന് നമ്മൾ പ്രോജക്റ്റിലേക്ക് പോവുകയാണ്. അതിനു മുമ്പ് നമുക്ക് പ്രോജക്റ്റിലെ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു 2-3 കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനുണ്ട്. ഒന്ന് പ്രോജക്റ്റ് ബ്രൗസർ, രണ്ടാമത് പ്രോപ്പർട്ടീസ് ബാർ. ഈ കാര്യങ്ങൾ നമുക്ക് എന്താണെന്നും അത് എവിടെ നിന്നാണ് നമുക്ക് എടുക്കേണ്ടതെന്നും നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളൊരു പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഒരു ന്യൂ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ന്യൂ ടാബും നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യാൻ ഓപ്പൺ എന്ന ബട്ടണാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. സോ ഇത് പ്രൊജക്റ്റ് ബാർ ഇന്നലെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഈ പ്രൊജക്റ്റ് ബാറിലും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ബാറിലും നമുക്ക് ഈ 2 ഓപ്ഷൻ അവൈലബിൾ ആണ്. സോ ഞാനൊരു ന്യൂ പ്രൊജക്റ്റാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ന്യൂവിൽ കയറി പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബോക്സ് വരും. ഇത് നമ്മൾ ഇവിടെ ഒരു ആരോ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഡിസിപ്ലിനും അതിൻ്റെ സെറ്റിങ്സ് അടങ്ങുന്ന ഒരു ടെംപ്ലേറ്റ്സ് ഉണ്ട്. ആ ടെംപ്ലേറ്റ്സിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ആർക്കി ടെംപ്ലേറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തതെങ്കിൽ ആർക്കിയെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അതിൽ കൂടുതലായിട്ടുണ്ടാവുക. അതുപോലെ മെക്കാനിക്കൽ എക്യുപ്മെൻ്റ് ആണെങ്കിൽ മെക്കാനിക്കൽ സെറ്റിങ്സ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതേപോലെ ഓരോ ഡിസിപ്ലിനും അതിൻ്റേതായിട്ടുള്ള ഒരു ടെംപ്ലേറ്റ്സ് ക്രിയേറ്റ് ചെയ്ത് ആ ടെംപ്ലേറ്റ്സിലാണ് നമ്മൾ വർക്ക് ചെയ്യുക. സോ അതാണ് ടെംപ്ലേറ്റ്സ്. സോ നമ്മൾ ഇന്ന് ആർക്കി ടെംപ്ലേറ്റ്സിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. സോ ആർക്കി ടെംപ്ലേറ്റ്സ് ഞാൻ ക്ലിക്ക് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഈ 4 ടെംപ്ലേറ്റ്സ് കൂടാതെ നമുക്ക് ഇനിയും നമ്മൾ ഓണായിട്ട് നമുക്ക് ടെംപ്ലേറ്റ്സുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇലക്ട്രിക്കലിന് വേണമെങ്കിൽ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, പൈപ്പിംഗ്, നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് നമുക്ക് ടെംപ്ലേറ്റ്സുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ബ്രൗസ് ചെയ്തിട്ടും ഇത് ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഡയറക്റ്റ് ഇൻബിൽറ്റ് ആയിട്ടുള്ള ഈ ആർക്കി ടെംപ്ലേറ്റ് വെച്ചിട്ടാണ് നമ്മൾ പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യുന്നത്. ജസ്റ്റ് ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു സ്പേസ് ആണ് കിട്ടുക. ഇതിൽ ഓൾറെഡി ഇവിടെ പ്രൊജക്റ്റ് ബ്രൗസർ ബാറും പ്രോപ്പർട്ടീസ് എല്ലാം ഷോ ആയിട്ടുണ്ട്. ഇത് ഞാൻ ക്ലോസ് ചെയ്യണത് എങ്ങനെ എടുക്കണമെന്നും കൂടി പറയാം. ഇത് ഇപ്പോൾ ഇങ്ങനെ ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ഒരു നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറേ ബാറുകൾ ഇങ്ങനെ അവൈലബിൾ ആയിട്ടുണ്ടാവും. പക്ഷേ നമുക്ക് ചിലപ്പോൾ നമുക്ക് അത് കിട്ടാതിരിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ഇത് എവിടെ പോയിട്ടാണ് എടുക്കുക എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യം ഇപ്പോൾ വ്യൂവിൽ പോവുക. വ്യൂവിൽ പോയിട്ട് നമ്മൾ യൂസർ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ഏറോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എല്ലാം അവൈലബിൾ ആണ്. അതിലത്തെ പ്രോപ്പർട്ടീസിന് ടിക്ക് കൊടുക്കുക. അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് ഇവിടെ ഓപ്പണായിട്ട് കാണാം. അതേപോലെ തന്നെ നമ്മൾ പ്രൊജക്റ്റ് ബ്രൗസർ, ഈ 2 കാര്യങ്ങളാണ് ഇന്ന് മെയിനായിട്ട് പറയാൻ പോകുന്നത്. കൊണ്ട് ഈ 2 കാര്യത്തിന് ഞാൻ ടിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ ഇതിൽ ഇനിയും കുറേ കാര്യങ്ങളുണ്ട്. നാവിഗേഷൻ ബാർ, അതുപോലെ തന്നെ സ്റ്റാറ്റസ് ബാർ, PND മോഡുൾ, സിസ്റ്റം ബ്രൗസർ. സിസ്റ്റം ബ്രൗസർ നമ്മൾ പിന്നീട് പഠിക്കാം. അപ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ. അപ്പം നമുക്ക് ഇത്രയും കാര്യങ്ങൾ, ഈ 2 കാര്യങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ബേസിക് കാര്യങ്ങളിൽ ഈ 2 നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ 2 മെയിനായിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആദ്യമായി പ്രോപ്പർട്ടീസാണ്. പ്രോപ്പർട്ടീസിൽ നമ്മൾ മെയിനായിട്ട് ഇവിടെ കുറച്ച് പ്രോപ്പർട്ടീസുകൾ ഉണ്ടാവും. നമ്മളിപ്പോൾ അതിന് ഒരുപാട് കോമ്പണൻറ്റ്സ് ആവശ്യമാണ്. ഇപ്പോൾ ഒരു വാൾ ചെയ്യുമ്പോൾ വാൾ എടുത്ത് ചെയ്യണം. അതുപോലെ തന്നെ ഒരു വിൻഡോസ് പ്ലേസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരുപാട് ഫാമിലീസുകളൊക്കെ നമുക്ക് അവൈലബിൾ ഉണ്ട്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കുറേ ഫാമിലീസുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ലോഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോപ്പർട്ടീസ് ഈ ലൈബ്രറീസ് നമ്മുടെ പ്രൊജക്റ്റിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ആർക്കിയിൽ ഒരു വിൻഡോ നമ്മൾ പ്ലേസ് ചെയ്യാൻ വേണ്ടി വിൻഡോനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോപ്പർട്ടീസ് ബാറിൽ ഇവിടെ നമുക്ക് ഇൻബിൽട്ട് ആയിട്ടുള്ള കുറേ വിൻഡോസുകൾ അവൈലബിളായി കാണിക്കും ഈ പ്രോപ്പർട്ടീസ് ബാറിൻ്റെ മുകളിൽ. ഇത് പ്രോപ്പർട്ടീസ് ബാർ എന്താണെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പ്രോപ്പർട്ടീസിൻ്റെ ഇൻസൈഡിൽ വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഈ വിൻഡോയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ അവർ പ്രോപ്പർട്ടീസിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഐഡൻറ്റിഫൈ ഡാറ്റ എന്ന് പറഞ്ഞ സാധനത്തിൽ ഇമേജ് എന്ന് പറഞ്ഞിട്ടൊരു പാരാമീറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. കമൻസ് എന്ന് പറഞ്ഞിട്ടൊരു പാരാമീറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല ടൈപ്പ്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ വേറൊരു ഫാമിലിയുടെ ഒരു വോളാണ് ഞാൻ എടുക്കുന്നത്. ഇങ്ങനെ വോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഫാമിലികൾ ഇവിടെ അവൈലബിൾ ആണ്. ഒരു ഫാമിലി എടുത്തു. അപ്പോൾ അതിൻ്റെ ടൈപ്പ് ഓഫ് പാരാമീറ്റേഴ്സ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ഫാമിലീസിന് നമുക്ക് ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഈ പാരാമീറ്റേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആവശ്യമായിട്ടുള്ള പാരാമീറ്റേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ പ്രോപ്പർട്ടീസിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഈ പ്രോപ്പർട്ടീസിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ഈ പ്രോപ്പർട്ടീസിൽ നമുക്ക് പല തരത്തിലുള്ള പാരാമീറ്റേഴ്സ് ഉണ്ട്. നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ജസ്റ്റ് നിങ്ങളിങ്ങനെ മനസ്സിലാക്കി വയ്ക്കുക. ഈ ഒരു
ഒരു ഫാമിലി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എന്തൊക്കെ അതിൻ്റെ പ്രോപ്പർട്ടീസിൽ നമ്മൾ സെറ്റ് ചെയ്തു അതെല്ലാം ആണ് ഇവിടെ നമുക്ക് ഷോ ആയിട്ട് കാണിക്കുക. നമുക്ക് നമ്മുടെ റിക്വയർമെൻ്റ് അനുസരിച്ചിട്ട് ഈ പ്രോപ്പർട്ടീസിൽ നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റും. അതുപോലെ തന്നെ എഡിറ്റ് ടൈപ്പ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതെന്താ വെച്ചെങ്കിൽ നമ്മളൊരു പ്രോപ്പർട്ടി ഒരു ലൈബ്രറി പോയിട്ട് ഒരു ഫാമിലി എടുത്തിട്ട് അതിന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് ഇവിടെ കുറേ എഡിറ്റ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് എഡിറ്റ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനും ഇപ്പോൾ നമുക്കൊരു നെയിം മാറ്റണം, ഒരു റീനെയിം ചെയ്യണം, ഒരു വാളിൻ്റെ നെയിം നമുക്ക് ഒരു ഇപ്പോൾ ബേസിക് വാൾ ഇൻറ്റീരിയറിനുള്ള ഈ നെയിം എനിക്ക് മാറ്റണം. അപ്പോൾ നമ്മൾ ഇവിടെ ജസ്റ്റ് റീനെയിം കൊടുത്താൽ അത് മാറും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഈ എന്താ പറയുക എഡിറ്റ് ടൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും ഈ ഒരു കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ഇനിയും പ്രോപ്പർട്ടീസിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഇത്രയും ബേസിക് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ പ്രൊജക്ട് ബ്രൗസർ എന്ന് പറയുന്നത് എന്താ വെച്ചെങ്കിൽ നമ്മൾ ഒരു ഫ്ലോർ വരയ്ക്കണം, ഫ്ലോറിൻ്റെ പ്ലാൻ വരയ്ക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഫസ്റ്റ് ലെവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാനിലാണ് നമ്മളുള്ളത്. ഇതൊരു 3D അല്ല, ഒരു പ്ലാനാണിത്. ഇപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ ഒരു 2Dയിൽ CAD വരയ്ക്കുമ്പോൾ ഒരു പ്ലാനിൽ ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, ഗ്രൗണ്ട് ഫ്ലോർ എന്നൊക്കെ പറയുന്ന പോലെ ഒരു പ്ലാനാണിത്. ഈ പ്ലാനിൽ നമ്മൾ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത ലെവലിലേക്ക് പോകണം. ഇപ്പോൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകണം. സെക്കൻഡ് ലെവലിൽ നമ്മൾ അടുത്ത ഫ്ലോറിൻ്റെ കാര്യങ്ങൾ വരയ്ക്കും. ഇനിയിപ്പോൾ തേർഡ് ഫ്ലോറിനെങ്കിൽ അവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഫോർത്ത് ഫ്ലോർ, ഫിഫ്ത്ത് ഫ്ലോർ, അങ്ങനെ ഓരോ ഫ്ലോറുകളായിട്ട് ലെവലുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ പ്രൊജക്റ്റ് ബാറിൽ നമുക്ക് നമ്മുടെ ആവശ്യമായിട്ടുള്ള ഫ്ലോറുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. ഇതിനോടൊപ്പം തന്നെ നമുക്കിപ്പോൾ ഈ ഒരു 10 ഫ്ലോർ നമ്മൾ ക്രിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ 2 ഫ്ലോറാണ്, ഒരു 4 ലെവൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ ഒരു 10 ഫ്ലോർ ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് അതൊരു 10 ഫ്ലോറാണ്. 10 ഫ്ലോറിൽ തന്നെ പല ടൈപ്പ് ഓഫ് പ്ലാനുകൾ ഉണ്ടാവും നമുക്ക്. ഇപ്പോൾ നമുക്ക് സീലിംഗ് പ്ലാന്, അതിൻ്റെ തന്നെ റിഫ്ലക്റ്റഡ് സീലിംഗ് പ്ലാന്, അങ്ങനെ പറഞ്ഞിട്ട് കുറേ പ്ലാനുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡീറ്റെയിൽ എഞ്ചിനീയറിംഗിലേക്ക് വരുമ്പോൾ നമുക്കിപ്പോൾ ഇലക്ട്രിക്കൽ പ്ലാനുകളുണ്ടാവും. ഇലക്ട്രിക്കൽ തന്നെ നമുക്ക് ലൈറ്റിംഗ് പ്ലാൻ, അതുപോലെ തന്നെ പവറിൻ്റെ സോക്കറ്റുകൾ വെച്ചിട്ടുള്ള പ്ലാനുകൾ, അങ്ങനെ പല നിരവധി ടൈപ്പ് ഓഫ് പ്ലാനുകൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത കുറേ പ്ലാനുകളുണ്ടാവും. അപ്പോൾ നമുക്കതൊക്കെ ഈ പ്രൊജക്ട് ബ്രൗസർ ബാറിൽ നമുക്ക് ഡിഫറെൻറ്റ് ഷീറ്റുകളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇപ്പം നമുക്ക് ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഇലക്ട്രിക്കൽ ഇതാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇലക്ട്രിക്കൽ ഡിസിപ്ലിൻ സെറ്റ് ചെയ്യും ആദ്യം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സബ് ഡിസിപ്ലിൻ, ഇപ്പോൾ ഇലക്ട്രിക്കൽ തന്നെ നമുക്ക് ഇപ്പോൾ പവറിൻ്റെ ഉണ്ടാവും. അതുപോലെ തന്നെ പവറിൻ്റെ 4-5 ഫ്ലോറുകൾ ഉണ്ടാവും. അപ്പോൾ പവറിൻ്റെ കീഴിൽ ഇപ്പോൾ 4 ഫ്ലോറുകൾ, ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, തേർഡ് ഫ്ലോർ, അങ്ങനെ 4 ഫ്ലോറുകൾ. അതുപോലെ തന്നെ ഇപ്പോൾ ലൈറ്റിങ്ങിൻ്റെ കീഴിൽ ഒരു ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ സബ് ഡിസിപ്ലിൻ, അതിൻ്റെ കീഴിലൊരു 4 ഫ്ലോർ. അതുപോലെ തന്നെ ഇപ്പോൾ ഇലക്ട്രിക്കൽ എർത്തിങ്ങിന് 4 ഫ്ലോർ, ഇപ്പോൾ എർത്തിങ് സബ് ഡിസിപ്ലിനായിട്ട് വരും. അപ്പോൾ അതിൻ്റെ കീഴിൽ 4. അതേപോലെ തന്നെ ഇപ്പോൾ പ്ലംബിങ്ങിന് പോവുകയാണെങ്കിൽ HVAC, അതുപോലെ തന്നെ പൈപ്പിംഗ്, അങ്ങനെ കുറേ കാറ്റഗറൈസ് ചെയ്തിട്ട് നമുക്ക് ഈ സെയിം ഫ്ലോറുകൾ തന്നെ നമുക്ക് ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരുപാട് പ്രൊജക്ട് പ്രോസസ് നോക്കുകയാണെങ്കിൽ കുറേ വലിയ പ്രൊജക്റ്റിലൊക്കെ നോക്കുമ്പോൾ ഒരുപാട് ലെവൽസുകൾ, അതുപോലെ തന്നെ സീലിംഗ് ലെവൽസുകൾ, ഇപ്പോൾ സെക്ഷൻ ഡ്രോയിങ് നമ്മൾ എടുക്കുകയാണെങ്കിൽ സെക്ഷൻസ്, ലെജൻഡുകൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ലെജൻഡുകൾ, ഷെഡ്യൂൾസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഷെഡ്യൂൾസ്, ഷീറ്റ്സ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഷീറ്റ്സ്, അങ്ങനെ കുറേ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ആഡായിട്ട് വരും. അപ്പോൾ ഇത് ശരിക്കും പറയണമെങ്കിൽ ഇതൊരു ഓർഡർലി നമുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. നമുക്കൊരു ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഒരു ഇലക്ട്രിക്കൽ ഡ്രോയിങ് എനിക്ക് പെട്ടെന്ന് എടുക്കണം. അപ്പോൾ നമുക്ക് കറക്റ്റ് നമ്മൾ ഡിസിപ്ലിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, ചില ഡിസിപ്ലിൻ വൈസ് നമ്മൾ കാറ്റഗറൈസ്, ഇപ്പോൾ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, HVAC, അതുപോലെ തന്നെ ആർക്കി, ഇങ്ങനെ ഡിസിപ്ലിൻ ചെയ്തിട്ട് അതിൻ്റെ ബൈ ഡിസിപ്ലിൻ ചെയ്ത് അതിൻ്റെ കീഴിൽ നമ്മൾ ഫ്ലോറുകൾ ഓർഡറാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അത് പോയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഫ്ലോറിൻ്റെ നമുക്ക് ഇലക്ട്രിക്കൽ പ്ലാൻ കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് പോവുക, ഇതിൽ ക്ലിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിവിടെ ഈസി ആയിട്ട് നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റും. അതിൻ്റെ ഒരു ഡ്രോയിങ് ഞാൻ പിന്നീട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം, ക്ലാസ് ഉണ്ട്. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഡോക്യുമെൻറ്റേഷൻ പർപ്പസാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊജക്ട് ബ്രൗസറിൻ്റെ യൂസ് എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് പറഞ്ഞത്.
അപ്പോൾ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക, ഇതൊരു ഡോക്യുമെൻറ്റേഷനാണ്. നമ്മൾ സാധാരണ ഓഫീസുകളിലൊക്കെ ഫയലുകൾ അടക്കി വയ്ക്കില്ല, നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു ഫയൽ അന്വേഷിച്ച് നടക്കാൻ തോന്നിയ പോലെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഫയലിനെ അന്വേഷിച്ച് നടക്കാൻ ശരിക്കും പറയുകയാണെങ്കിൽ നല്ല ടൈം വേസ്റ്റ് വരും. അപ്പം അതുകൊണ്ടാണ് ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു ടീം തന്നെ നമുക്ക് എല്ലാ ഓഫീസുകളിലും ഉള്ളത്. അപ്പോൾ അതേ സെയിം പർപ്പസ് തന്നെയാണ് ഈ പ്രോജക്റ്റിൽ നമുക്ക് നമ്മുടെ റിവിറ്റ് തരുന്നൊരു ഓപ്ഷനാണ് പ്രൊജക്റ്റ് ബ്രൗസർ ബാർ. അത് നമ്മൾ ശരിക്കും നമ്മളൊരു ഡോക്യുമെൻറ്റേഷൻ എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ തന്നെ ഓർഡറിൽ നമ്മൾ പ്രോപ്പർലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ആ ഫയലിൻ്റെ ഷീറ്റുകളെയും അതുപോലെ തന്നെ അതിൻ്റെ കമൻസുകളെയും നമുക്ക് ഈസി ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ പ്രൊജക്റ്റ് ബ്രൗസർ ബാർ. അപ്പോൾ പ്രോപ്പർട്ടീസ് ആൻഡ് പ്രൊജക്റ്റ് ബ്രൗസർ ബാർ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മളുടെ ഈ ക്ലാസ് തീരുകയാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സുകളിൽ ലെവൽസ്, ഗ്രിഡ്സ്, കുറച്ച് കാര്യങ്ങളുണ്ട് ബേസിക്കായിട്ട്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി പിന്നെയും കാണാം. ബൈ.